നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അങ്കിളെ, എന്റെ അമ്മയെ കണ്ടോ? ഇല്ല. മോള് വിഷമിക്കണ്ട, നമുക്ക് കണ്ടെത്താം. അങ്കിള് പുറത്തു പോയിരിക്കെന്ന് അമൃത ആന്റി പറഞ്ഞു. ഞാൻ അങ്കിള് വരുന്നതും കാത്തിരിക്കായിരുന്നു. എന്തു പറ്റി? അങ്കിളും അമൃത ആന്റിയും അല്ലേ ഇന്നലെ എന്നെ രക്ഷിച്ചത്. അപ്പൊ അങ്കിള് നല്ല ആളല്ലേ? എന്റെ അമ്മയെ അങ്കിള് കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയാം. ഇന്നലെ രാത്രി ഞാൻ എന്റെ അമ്മയെ കാണാതെ പേടിച്ചിരുന്നപ്പോഴാ അങ്കിളും ആന്റിയും വന്നത്. ഇല്ലെങ്കിൽ ഞാൻ എന്റെ അമ്മയെ കാണാതെ പേടിച്ച് ചത്തുപോയേനെ. അമൃത ആന്റി നല്ല ആന്റിയാ, അങ്കിളും നല്ല അങ്കിളാ. എനിക്കിഷ്ടായി. മോള് വിഷമിക്കണ്ട, ഇവിടെ ഒന്നും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇന്നലെ എന്നെ രക്ഷിച്ച അങ്കിളിന് ഞാനൊരു സമ്മാനം തന്നോട്ടെ? എന്താ? അമൃത ആന്റിക്ക് ഞാനത് കൊടുത്തു. ഇനി അങ്കിളിനെ തരാനുള്ളൂ. അല്ല, എന്താ സമ്മാനം? മോള് പറഞ്ഞേ. പറയില്ല, സമ്മാനം തരും. അപ്പ കണ്ടാ മതി. അങ്കിൾ ഇവിടെ ഇരിക്ക്, എന്നാലേ സമ്മാനം തരാൻ പറ്റൂ. എന്താ മോളെ? ആ, ഇവിടെ ഇരിക്കങ്ങളെ. ഇനി സമ്മാനം തരട്ടെ? ഇതാ അമൃത ആന്റിക്ക് ഞാൻ കൊടുത്ത സമ്മാനം. ഈ മോളെ എങ്ങനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക? അങ്കിൾ എന്താ ആലോചിക്കുന്നേ? എന്റെ സമ്മാനം ഇഷ്ടായില്ലേ? ഇഷ്ടമായി. ആദ്യമായിട്ട് ഞാൻ വിചാരിച്ച ആളെയല്ല. തന്ത്രപൂർവ്വം അമൃതയെടുത്തെ പറ്റിക്കാം. മക്കളെ രണ്ടുപേരെയും ബാംഗ്ലൂരിൽ പഠിക്കാൻ കൊണ്ടാക്കിയിട്ട് ഇവിടെ രഹസ്യ കാമുകയും അതിലൊരു മോളും. കണ്ടില്ലേ, യഥാർത്ഥ അച്ഛനും മോളും തന്നെ. ആ, എന്നാ മോള് ഇവിടെ ഇരിക്കും. ഞങ്ങൾ പോയിന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് അമൃതയുടെ കണ്ണിൽ പൊടിയിടാൻ സ്വന്തം മോളെ കൊണ്ട് വിളിപ്പിക്കുന്നത് അങ്കിളേന്ന്. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. അമൃതയെടുത്തി പാവോ. വ്യക്തമായ സൂചന അമൃതയെടുത്തിക്ക് കൊടുക്കണം. അല്ലെങ്കിൽ അമൃതയെടുത്തി ഒടുവിൽ കണ്ണീര് കുടിക്കും. ഇനി വൈകിക്കണ്ട, ഇപ്പൊ തന്നെ പറയണം. നമ്മളെ കൊല്ലും. വേഗം എന്റെ പൊന്നു മോളല്ലേ, ചെല്ല ഓടി രക്ഷപ്പെട്. ആഹാ, അല്ല മോളിവിടെ ഒന്ന് ഒറ്റയ്ക്കിരിക്കുകയാണോ? ഇത് കുടിക്ക്. എന്റെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞു ആന്റി? അത് അന്വേഷിക്കുന്നുണ്ട്. ഉടനെ കാര്യങ്ങൾ അറിയാട്ടോ. നമുക്ക് ഇന്ന് തന്നെ അമ്മയെ കണ്ടെത്താം. മോള് കുടിക്ക്. അമൃത ആന്റിയെ തരുന്നേ. ആന്റി തന്നാ മോള് കുടിക്കണം. ദാ കുടിക്ക്. ഇനി മോളെ ഞാൻ കുളിപ്പിക്കും കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിപ്പിക്കും. എന്താ? അയ്യോ, കുളിച്ചു കഴിഞ്ഞ മോൾക്ക് മാറിയിടാൻ വേറെ ഡ്രസ്സില്ലല്ലോ. അവിടെ എന്റെ വീട്ടില് ഷെൽഫിലിരിപ്പുണ്ട്. ആ, അതൊക്കെ പിന്നെ പോയി എടുക്കാം. പക്ഷെ ഇപ്പോഴത്തെ ആവശ്യത്തിന് ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നാ ഞാൻ പോയി വാങ്ങിട്ട് വരാം. ആഹാ, അരുണോ?
അരുണിന് ഓഫീസിൽ പോണ്ടേ? പോണം, പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി. മോൾക്കുള്ള ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞാൻ പൊക്കോളാം. അത് വേണ്ട അരുണെ, അരുൺ ഓഫീസിൽ പൊയ്ക്കോ. ഏയ് എടുത്തി, എനിക്കത് പ്രശ്നമല്ല. ആയിക്കോട്ടെ, ഈ മോളെ ഞാനാ ഇവിടേക്ക് കൊണ്ടുവന്നേ. അപ്പൊ ഈ കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അമൃത ആന്റി, അരുണങ്ങള് പൊക്കോട്ടെ. എനിക്ക് നല്ല ഡ്രസ്സ് വാങ്ങിക്കേണ്ടി വരും. എനിക്ക് ഞങ്ങളാണെങ്കിലേ മോളെ ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. അമൃത ആന്റി മോൾക്ക് ഡ്രസ്സ് വാങ്ങിത്തരും, അത് മതി. എന്നാ അത് മതി. അപ്പോ ഓക്കെ, അങ്കിൾ ഇന്ന് കുറച്ച് തിരക്കുണ്ട്, അങ്കിൾ പൊക്കോട്ടെ. അങ്കിള് പോയിട്ട് എപ്പോഴാ വരിക? അത് വൈകുന്നേരം ആവും മോളെ. അങ്കിൾ എന്റെ അമ്മയെ കണ്ടെത്താനല്ലേ പോകുന്നത്? അതെ, അമ്മയെ തരാനാ. എന്റെ അമ്മയെ കണ്ടാൽ ഉടനെ ശ്രീകുട്ടി ഇവിടെ അമ്മയെ കാണാതെ വിഷമിച്ചിരിക്കാനെന്ന് പറയണേ. അപ്പൊ തന്നെ കൂട്ടിക്കൊണ്ട് വരണേ. നോക്കാം മോളെ. എന്നാ ശരി എടുത്തി, ഞാൻ ഇറങ്ങാം. അല്ല, അരുണും ശ്രീകുട്ടിയും വല്ലാത്ത അടുപ്പാണല്ലോ. എന്താ ഇങ്ങനെ? ശ്രീകുട്ടി സ്വന്തം മോളാണെന്ന് ഒരിക്കലും അരുൺ അറിഞ്ഞു കാണില്ല. എന്നാൽ ഇങ്ങനെ ആവില്ല പെരുമാറുന്നത്. ഏയ്, അങ്ങനെ ആവാൻ വഴിയില്ല. എന്തായാലും ഞാനാ ശ്രീകുട്ടി ഇവിടേക്ക് കൊണ്ടുവന്ന്. ഇതിന്റെ പേരിൽ ഒരിക്കലും അരുണിന്റെ ഐശ്വര്യയുടെയും ജീവിതം തകർന്നുകൂടാ. ശ്രദ്ധിക്കണം. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? നന്നായിട്ടുണ്ട്. ഇത് മതിയോ? അപ്പൊ ഈ ഡ്രസ് മതിയല്ലേ? നന്നായിട്ടുണ്ട്, ഇത് മതി. ശ്യാമ, അഖിലും ശ്യാമൻ ഡ്രസ് വാങ്ങാൻ ഇറങ്ങിയതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.